ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല എന്നല്ലോ. ഈ ആൾക്കാർക്ക് തിയേറ്ററിൽ കയറുന്ന ഭയങ്കര കൊതിയുണ്ട്. ഞാൻ വളർന്നത് ചെന്നൈയിലാണ്, ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പം എനിക്ക് തമിഴ് കുറച്ച് ഈസി ആയിട്ട് വരും. എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സിനിമ ചെയ്യുന്നത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെയാണ്, ഓഡിയൻസിന് വേണ്ടിയാണ് സിനിമയാണ്. അപ്പോൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളൂ മനസ്സിൽ. കാരണം നമ്മൾ ഈ പടത്തിൽ ആരെയും മോശപ്പെട്ട രീതിയിലല്ല കാണിക്കുന്നത്. ഇപ്പം ഈ ഒരു ക്യാരക്ടറിന് വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ അവൻ അത് കെയർ ചെയ്യാത്ത രീതിയിലാണ് മാക്സിമം നടക്കുന്നതും. അവൻ്റെ കൂടെയുള്ള ആൾക്കാർ അവൻ്റെ പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പാൻഡ പാൻഡ, അല്ലാണ്ട് ഇതൊരു പ്രശ്നമായിട്ട് ആരും കാണില്ല. പക്ഷേ പുറമേ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതും, പിന്നെ ഇവൻക്ക് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ ഇവൻ്റെ മെൻറ്റാലിറ്റി എന്തായിരിക്കും. പിന്നെ മാക്സിമം തന്നെ വൃത്തിക്ക് ചെയ്യാൻ നോക്കി. പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര സോളിഡ് ആണ് ഈ പടം. കണ്ടന്റ് വൈസും സീക്വൻസ് വൈസും ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് പരിപാടികൾ പോകുന്നത്. അപ്പോൾ അതും പിന്നെ കൂടെയുള്ള ക്യാരക്ടേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനും അവരുടെ ഗ്രാഫും ഉണ്ട്. ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഈ ജ്യോതിഷ് അല്ലെങ്കിൽ പാൻഡ എന്ന ക്യാരക്ടറിന് സ്റ്റേബിളായിട്ട് ഓഡിയൻസിന് അത് കണക്ട് ആവുന്നത്. അതെല്ലാം കട്ടക്കനെ നിൽക്കുന്നുണ്ടാണ്. അതിൽ നിന്ന് തന്നെ ഇരിക്കണം. അതിപ്പോൾ നമ്മളൊരു സിനിമയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് തുടരെ നടക്കണമെന്നില്ല. ഇപ്പോൾ വർഷങ്ങളുടെ പുറകെ നടന്നാലും അല്ലെങ്കിൽ ചാൻസ് ചോദിച്ചാൽ ഒന്ന് തല കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചാൽ നമ്മുടെ പേര് എന്താ സ്ക്രീൻ കാണുന്ന ഒരു മൊമെൻ്റ് ആണത്. അപ്പോൾ ആ ഒരു മൊമെന്റിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിജക്ഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ, വേറെ പോലെ പണിക്ക് കൂടെ ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ട് ഇന്ന് ഈ മൊമെന്റിൽ നിൽക്കുന്നത്? ഹൗ ഡു യു ഫീൽ? ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ സമയത്താണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാമെന്നൊക്കെ ഒരു കോൺഫിഡൻസ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ പറഞ്ഞ് ഞാൻ സൗണ്ട് ഡിസൈൻ പഠിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് വരുന്നത്. സൗണ്ട് ഡിസൈൻ പഠിച്ചു കഴിഞ്ഞതും സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ജോലി കയറിയിട്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. 2 പണിയും കൂടെ ഒരുമിച്ച് നടക്കാമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് അർച്ചന ഓണാവുന്നത്. അപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. അന്ന് കിട്ടിയ റിജക്ഷൻസും പരിപാടികളെല്ലാം നല്ലതിനാണ്. ഇന്നിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കരുതുന്നു. കരഞ്ഞിട്ട് മാത്രമാണ് എല്ലാവരും പുറത്തിറങ്ങാൻ പറ്റുന്നത്. അയാൾ ഇമോഷണലി എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സിനിമ. എല്ലാവരും പറഞ്ഞത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ് അർജുനേട്ടനാണ്. അപ്പോൾ ആ ഒരു ഈ സിനിമയ്ക്ക് ശേഷം അങ്ങനെയുള്ള ഒരു അഭിപ്രായം എന്താ തോന്നുന്നത്? വൻപൊളി, ഭയങ്കര ഹാപ്പി. കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണ എൻ്റെ വീട്ടുകാരും എൻ്റെ കസിൻസ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. കാരണം കുറേ സ്ട്രഗിളും കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. അത് പക്ഷെ പടം കണ്ടതിന് ശേഷം എല്ലാവരും സിനിമയിലെ സീക്വൻസ് ഉണ്ട്, ലാസ്റ്റ് ക്ലൈമാക്സിൽ കയ്യടി വന്നൊരു മോനുണ്ട് സിനിമയിൽ. അതിനു മുമ്പ് ഓഡിയൻസ് കൈയടിച്ചപ്പോൾ മൊത്തം എല്ലാവരുടെയും കിളി പോയി. അപ്പോൾ ആ മൊമെന്റിൽ എനിക്ക് ഞാൻ എൻ്റെ സിനിമ കാണിക്കാൻ കസിൻസിന് ആരെയും കൂട്ടൂല. ഞാൻ, അച്ഛൻ, അമ്മ, നീതു, അൻവി, ഇവരുണ്ടാവുള്ളൂ എപ്പോഴും. അപ്പം അന്ന് ഞാൻ ഈ പടം കണ്ട് ഞാൻ പറഞ്ഞ വേഗം പോയി കാണുന്നുണ്ട്. എനിക്ക് എക്സൈറ്റഡ് ആയി എല്ലാ കസിൻസിനെ കാണിക്കാൻ, അവരെന്താ പറയണേന്ന് അറിയാനായിട്ട്. കാരണം അവർ മുഖത്തടിച്ച് കാര്യം പറയും. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയല്ലേ പറഞ്ഞോളൂ. ഇവര് മറ്റേ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്, അപ്പൊ എനിക്ക് പ്രോപ്പർ ജഡ്ജ്മെന്റ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അവരുടെ അടുത്ത് കാണാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ 7 മണിക്ക് ഷോന് പിന്നെയും കയറി. അച്ഛന് രാവിലെ വരാൻ പറ്റില്ല, അവിടെ 7 മണിക്ക് ഷോന് കയറി. അത് കഴിഞ്ഞ് 10 മണിക്ക് ഷോന് കസിൻസ് കയറണേ. അപ്പോൾ ഇങ്ങനെ അവനിറങ്ങി വന്നപ്പോഴേക്കും ഇവൻ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കരഞ്ഞ്, അവനും കരഞ്ഞ് കൂട്ടക്കരച്ചിലായി. പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് അവൻ പറഞ്ഞ് പിന്നെ എന്തോ റിലാക്സ് ആയിട്ടാണ് പറയണേ കാര്യമായിട്ട്. എന്ന് വെച്ചാൽ ഇത്ര നാളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അർജുനെ കാണാം, പക്ഷെ ഈ പടത്തിൽ ജ്യോതിഷിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇവർ എഴുതി വെച്ച രീതിയും ഇവർ ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തത് അത്രയും ഡെപ്ത്ഫുള്ളായാണ്. അപ്പം എനിക്ക് പോയി നിന്നിട്ട് എൻ്റെ പരിപാടി ജസ്റ്റ് ഒന്ന് അത് പിടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഒരു സഹായം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓളത്തിനങ്ങ് പിടിക്കാൻ പറ്റിയെന്നൊരു വിശ്വാസം. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും ആകെയുള്ള വിഷമം. ആരും തിയേറ്ററിലേക്ക് അധികം വന്നില്ല. ഏറ്റവും വിഷമം അതാണ്. കാരണം നല്ലൊരു റെസ്പോൺസ് കേട്ടിട്ട് പോലും എനിക്കിത് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കിടന്ന് കുറെ ശ്രമിക്കുന്നുണ്ട്,
അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു പ്രസ് മീറ്റിലേക്ക് വിളിച്ചത്. അർജുന പ്രോപ്പർ കൊച്ചി ബോയ് ആണല്ലോ, അപ്പൊ ഈ പാലക്കാട് ഇപ്പോ സ്ലാങ് ശരിക്കും വർക്ക് ചെയ്ത് അവിടെ പോയി നിന്ന് 5 ദിവസം മുമ്പ് തന്നെ പോയി നിന്ന് നമ്മുടെ കൂടെ ഒരുത്തനുണ്ട് വിഷ്ണുദാസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ഡയറക്ടർ പാലക്കാട്ടുകാരനാണ്. വിഷ്ണുദാസിന് അവൻ ഞങ്ങളുടെ കൂടെ തന്നെ ഈ നിർത്തി ഞങ്ങൾ സംസാരിക്കാനും. പിന്നെ രാവിലെ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോട്ട മൈതാനത്തിലൊക്കെ പോയി ഇങ്ങനെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഇവനുണ്ടല്ലോ പറഞ്ഞുതരും ആ രീതിക്ക് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേ ഓവർ പാലക്കാട് ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മച്ചനെ അതൊന്നും വേണ്ട, ഞാൻ പറയാത്ത മാത്രം പറഞ്ഞാൽ മതി. ആ ഓക്കെ അങ്ങനെ പിടിച്ചു. തുടക്ക സമയമൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വന്നു. പിന്നീട് അവരത് 1/2 മണിക്കൂറിലൊക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വെച്ചാൽ അവര് യൂസ്ഡായി. പിന്നെ സുഖമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി കയ്യും കാലൊക്കെ. കാരണം നമുക്കറിയാം. അല്ലല്ല, ചില പോയിന്റിലൊക്കെ നമ്മളൊക്കെ കയ്യിലൊക്കെ പെയിന്റ് ചെയ്യും. അതങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അത് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്തോ ഒരു സംഭവമാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അത് പെട്ടെന്ന് സ്മജ് ആകൂല. പക്ഷെ നമുക്ക് ആകെയുള്ള പ്രശ്നം വെച്ചാൽ എക്സ്റ്റീരിയറും ഇന്റീരിയറും ചിലപ്പോൾ മാറി ഷൂട്ട് ചെയ്യുമ്പോൾ 2 ലൈറ്റ് വ്യത്യാസമാണ്. അപ്പോൾ അതിന്റെ ടോൺ മാറും. എക്സ്റ്റീരിയറിനും ഇന്റീരിയറും പോകുമ്പോൾ ലൈറ്റിംഗ് മാറും, അതിന്റെ ടോൺ മാറും. അപ്പൊ അതിന്റെ മേളിൽ നമ്മൾ പണിയെടുക്കാൻ നോക്കുമ്പോൾ അത് പിന്നെ സ്മജ് ആവും, ആൽക്കഹോൾ ബേസ്ഡ് ആയതുകൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ചധികം സമയം അതിന്റെ പുറകെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അർജുൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും നന്നായി എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. അത് ആദ്യമായിട്ടാണ് നന്നായി എന്ന് കേൾക്കുന്നത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അഖിലിന് കൊടുക്കുകയാണ്. കാരണം ഞാനൊരു ടേക്കിൽ ഒരു 8-10 റീടേക്ക് പോയപ്പോൾ 12ാമത്തെ റീടേക്കിലാണെന്ന് തോന്നുന്നു അഖിൽ ഓക്കെ പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി അടുത്തത് ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അഖില്. മലയാള സിനിമയ്ക്ക് നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ തന്നെ ഗംഭീര സിനിമകളുമായിട്ട് അഖിൽ ഇനിയും വരും. അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റും കൂടി നിങ്ങളോട് പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നല്ലൊരു സിനിമയാണ്. കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആത്മാർത്ഥമായി സഹായിക്കണം. ഞങ്ങളെ സിനിമ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി എത്തിക്കണം. താങ്ക് യു. നമസ്കാരം. എല്ലാവരും പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. വ്യക്തിപരമായ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അച്ചുവിൻ്റെ ഒരു സിനിമയിൽ എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അച്ചുവായിട്ടെങ്കിലും നമ്മൾ 3ാമത്തെ സിനിമ കഴിക്കണം അല്ലേ? ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല. പറവ ആണ് നമ്മൾ ആദ്യം ഒരുമിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഉണ്ട ചെയ്തു. അതിനുശേഷം തലവരയാണ്. അത് അങ്ങനെ ആയിരിക്കും തലവര അല്ലേ? ആ ജാനകൻ മറന്നുപോയി സോറി. പക്ഷേ വ്യക്തിപരമായി ഞാൻ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ അങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷേ അച്ചുവിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഡേ തൊട്ട് പറവ ചെയ്യുമ്പോഴും അച്ചുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു കഥാപാത്രമായിട്ട് അത് എനിക്ക് തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പരകായ പ്രവേശനം എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുമെങ്കിലും അത് ശരിക്കും സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. അതായത് അത് ആ സിനിമ കാണുമ്പോൾ എനിക്കത് വളരെയധികം ഫീൽ ചെയ്തു. ഞാൻ അഭിനയിച്ച ഭാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ചെറിയ ഭാഗമാണെങ്കിലും വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സിനിമയിൽ എത്തുന്നതെങ്കിലും ആ സിനിമ മൊത്തത്തിൽ എൻ്റെ ജീവിതത്തിലും അതിൻ്റെ ഒരു സിനിമ ആസ്വാദനത്തിനെയും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ അഖിലിനെയും കൂടെ പ്രശംസിക്കണം. കാരണം ഞാൻ അത് മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും സിനിമ പഠിക്കുന്ന വ്യക്തികളും കൂടെയാണല്ലോ. അപ്പോൾ സിനിമ ഭാവിയിൽ സംവിധാനം ചെയ്യാനും എഴുതാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ എത്രത്തോളം എൻ്റർടൈനിങ് ആക്കാം, അതിൻ്റെ എലമെൻസുകളെല്ലാം വളരെ കൃത്യമായ അളവിൽ എടുത്തു വെച്ച് അപ്പവും അഖിലും കൂടെ അത് എഴുതി വെച്ചിരിക്കുന്നത് തന്നെ വളരെ മനോഹരമായിട്ടാണെന്ന് പറയേണ്ടി വരും. അത് നിങ്ങളത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണാത്ത പ്രേക്ഷകർ പോയി കാണുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ കരഞ്ഞിട്ടിറങ്ങുമ്പോൾ കർച്ചീഫ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല പണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത്തരത്തിലും വരെ എഫക്റ്റ് ആയേക്കാവുന്ന ഒരു സിനിമയാണ് ആൾക്കാർക്ക്. കാരണം അത്തരത്തിലൊരു വിഷയമാണ് ഇത് ഡീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മനുഷ്യരുടെ കഥയാണ് പറയുന്നത്. സൗഹൃദമുണ്ട്, കഷ്ടപ്പാടുണ്ട്, സക്സസ് ഉണ്ട്, പിന്നെ എല്ലാത്തിനുപരി അതിനകത്തൊരു സിനിമയുണ്ട്. അതായത് സിനിമയ്ക്കുള്ളിലും ഒരു സിനിമയുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഖിലിനും ഇതിൻ്റെ എൻ്റെ ടീമിനും. താങ്ക് യു ഫോർ കോളിംഗ് മീ ഇൻ ദിസ് മൂവി. അല്ലെ, വളരെ അദൃശ്യമായിട്ടാണ് എത്തിപ്പെട്ടത്. സന്തോഷം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം.
അഖിലിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതേപോലെ അച്ഛനെ എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ളതാണ്. എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ എൻ്റെ കൂടെ അല്ല അച്ഛൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം അച്ഛൻ്റെ ഈ എന്താ പറയുക ആക്ടിങ് ഗ്രാഫിൽ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമായിട്ടുള്ള സിനിമയാണത്. ആ ഗ്രാഫ് എനിക്ക് ഞാൻ എൻ്റെ അനിയനും ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു അച്ഛൻ്റെ പെർഫോമൻസ് എന്ത് ഈസി ആയിട്ടാണ് അച്ഛൻ ചെയ്തത്. പിന്നെ അതേപോലെ ഇപ്പം അഖില് ഇതിൻ്റെ കഥയൊക്കെ പറയുമ്പോഴും നമ്മളൊക്കെ അഭിനയിക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പം ഇതിൽ പറയുമ്പോൾ ഭയങ്കര നമുക്ക് തന്നെ നല്ല കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പേഴ്സണലി നല്ല കണക്ഷൻ കിട്ടുന്നു. നമ്മളിങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ട് ചാൻസ് ഒക്കെ ചോദിച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഇത് പറയുമ്പോൾ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഹോപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഔട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുന്നത് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അഖിലിനും അപ്പുവിനൊക്കെയാണ് ഉള്ളത്. അവരുടെ ക്ലാരിറ്റിയാണ് ഈ സിനിമേൻ്റെ എന്താ പറയുക ഈ വിജയും ഒക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ടി വിയിലൊക്കെ വന്നിട്ട് കാണുന്നത് അത് വേറൊരു ഇതാണ്. തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം വേറെയാണ്. ഞാനൊക്കെ ഭയങ്കര ഇമോഷണലായി ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങളിന്ന് വന്നതിനും ഒരുപാട് നന്ദി. ഇതിൻ്റെ നല്ല റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ കഥാപാത്രം കണ്ട സമയത്ത് ഒരു നോർമൽ ഒരു ഇച്ചിരി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തെങ്കിലും എനിക്കത് കണ്ടപ്പം സിനിമയ്ക്ക് അല്ല, കാരണം ഒരു സ്റ്റേജ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അത് തല കാണിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് ആ ഫ്രസ്ട്രേഷനും എന്നാൽ പിന്നെ എനിക്ക് ആ സ്ട്രഗിൾ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് നല്ല കഥാപാത്രം എന്നെയോ ഗതി കിട്ടിയിട്ട് എന്നാൽ എനിക്കിത് കിട്ടണം എന്നുള്ള വാശിയിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ഞാനും അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും അത്തരത്തിലുള്ള പ്രവണതകൾ ഞാൻ നേരിട്ട് സിനിമയിൽ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അത്രയും ക്രൂരമായിട്ട് ചെയ്യുമെന്ന്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് പറവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആ സംഘത്തിനെ നമ്മൾ നിർത്തുന്ന സമയത്ത് അതിനകത്ത് പല ആൾക്കാരും അവർക്കൊന്നും മുഖം കാണിച്ചാൽ മതി സ്ക്രീനിൽ. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാൽ ചിലപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അല്ല അച്ഛൻ നമ്മൾ മനസ്സിൽ കല്ല് വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ പക്ഷെ അതങ്ങനെയാണ് സിനിമയുടെ ഒരു യാന്ത്രികത, അങ്ങനെയാണ് സിനിമയുടെ ടെക്നിക്കാലിറ്റി, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അഖിൽ എൻ്റെ അടുത്ത് നെഗറ്റീവ് എന്നുള്ളതിൻ്റെ അതിൻ്റെ അപ്പുറത്തോട്ട് അഖിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നമാണിത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാനം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വേറൊരുത്തിനും ഉറപ്പായിട്ട് നിങ്ങൾ സ്ഥാനം കൊടുക്കില്ല. അത് സിനിമയിലൊന്നുമല്ല, ഏത് മേഖലയിലാണെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ, കോമ്പറ്റീറ്റീവ്നെസ് അതുണ്ടാവുമല്ലോ. അത് എന്നോട് വില്ലൻ എന്നുള്ള രീതിയിലല്ല അഖിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിന് എൻ്റെ സാഹചര്യം ഉണ്ട്. സോ അഖിൽ വാസ് വിത്ത് മീ. അർജുനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അഖിൽ എൻ്റെ കൂടെ ആയിരുന്നു. അഭിചേട്ടാ നിങ്ങൾക്ക് ഇത് നേടണ്ടേ, നിങ്ങളുടെ സിനിമ നടക്കണ്ടേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ സോഞ്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട് അഖിൽ നമ്മളെ കൊണ്ട്. സാധാരണ ആൾക്കാർ ഏതാ ഓക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് അഖിൽ അത് ഒരുപാട് ചെയ്യിപ്പിച്ചു, മാക്സിമം എക്സ്ട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ഷൂട്ടും കഴിയുമ്പോൾ വൈകിട്ട് അഖിലിനെ വിളിച്ച് പറയുകയും ചെയ്തു. കാശിൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ അഖിലിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആരും എന്നെ ഇതുവരെ പണിയെടുപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്ക് അഖിലിനോട് താങ്ക് യു. ഐ മീൻ എല്ലാ ആക്ടേഴ്സിനെയും അവൻ അങ്ങനെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ടോട്ടൽ റിസൾട്ട് ഒന്ന് മനസ്സിലാവുന്നു. അതാണ് എൻ്റെ കേസ്. ഇതിനോട് കോട്ട് ചെയ്ത് പറയണം. ഇപ്പം ഒരു ആക്ടറൊക്കെ ഹെൽപ്ലെസ് ആവുന്ന സിറ്റുവേഷൻ ആണ്. ഈ ഒരു സ്ഥലത്ത് നല്ല റിവ്യൂ വരുന്നു, കരിയർ ബെസ്റ്റാന്ന് പറയുന്നു. ഇപ്പം സർക്യൂട്ടൊക്കെ ആസിഫിയുടെ കരിയറിലെ ഏറ്റവും നല്ല വേഷങ്ങളൊന്നായിരുന്നു. പക്ഷെ അത് ഇവഞ്ചുവലി തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായില്ല. ശരിക്കും അപ്പോൾ ഈ നമ്മൾ ഈ പാരലി ഈ സമയത്ത് അഭിനയിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയായിരിക്കും സിനിമ റിലീസ് ആവുന്ന സമയത്ത്. ശരിക്കും ആക്ടറിന്റെ ഫേസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും? സങ്കടം ഉണ്ടാവും. എനിക്ക് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയണം. ഞാനിപ്പോൾ നല്ല സങ്കടത്തില്ല, പക്ഷെ കണ്ടിട്ടൊന്നുമില്ല എന്നല്ലോ. ഈ ആൾക്കാർക്ക് തിയേറ്ററിൽ കയറുന്ന ഭയങ്കര കൊതിയുണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം രാവിലെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കാക്കനാട് ഓടി ഇവിടെ വന്ന് പ്രസ് മീറ്റ് എല്ലാവരും വിളിക്കും. ഇപ്പം എനിക്ക് ടെൻഷൻ നിങ്ങൾ പോരുതെന്നാണ്. കാരണം അത്രയും ബ്ലോക്ക് എല്ലാം ഉണ്ട്, ഞാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ നിൽക്കുക, അത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പിന്നെ ഒരു സിനിമ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു നല്ല പടം തിയേറ്ററിൽ ആൾക്കാർ വരിക എന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. സിനിമ എപ്പോഴും തിയേറ്ററിക്കൽ വ്യൂ ആണ്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കാനും, കാരണം ചില പടങ്ങൾ നമ്മൾക്ക് അറിയാം നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാം, അത് നമ്മൾ എത്രത്തോളം നോക്കിയിട്ടും നടപടിയാവില്ല. പക്ഷെ ഇത് നമ്മൾ പുഷ് ചെയ്യണത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെ. അത് എത്രത്തോളം എത്തുന്ന അറിയില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കണ്ടവരെല്ലാവരും
നല്ല അഭിപ്രായം പറയുമ്പോൾ അതെന്തായാലും ഞാൻ സന്തോഷമായിട്ട് എടുക്കും. പിന്നെ എക്സ്പെക്ടിങ് ആൾക്കാർ കാണും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാം നല്ല എന്തൊരു മാജിക് കണക്കായിരിക്കും. രേവതി മലയാളിയായിട്ടും ഫസ്റ്റ് ചെയ്ത പടം തമിഴിലാണ്. അപ്പോൾ മലയാളത്തിനേക്കാളും എളുപ്പം തമിഴിൽ സിനിമ ചെയ്യാനാണ്. അങ്ങനെയൊന്നുമില്ല. രണ്ടും എനിക്ക് ആസ് എ പ്രോസസ് വെരി സിമിലർ ആണ്. ഞാൻ വളർന്നത് ചെന്നൈയിലാണ്, ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. അപ്പം എനിക്ക് തമിഴ് കുറച്ച് ഈസി ആയിട്ട് വരും. എൻ്റെ മലയാളത്തിൽ ചെറിയ തമിഴ് മിക്സിങ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. തമിഴിൽ സിനിമ ചെയ്യുന്നത് ഈസി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടും എനിക്ക് പ്രോസസ് വൈസ് സിമിലർ ആണ്. പക്ഷേ ഐ തിങ്ക് ഈ പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. എനിക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു അഖിലിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ, ഇങ്ങനത്തെ ക്യാരക്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉള്ള ഫ്രീഡം എനിക്ക് ഐ തിങ്ക് തലവരയിലായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത്. കെമിസ്ട്രി ഐ തിങ്ക് ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അഖിൽ ഭയങ്കര ക്ലിയർ ആയിരുന്നു എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് സന്ധ്യയ്ക്കും ജ്യോതിഷനും എന്ന്. ഐ തിങ്ക് ഇനീഷ്യലി എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ഡെപ്തുള്ള ഒരു ക്യാരക്ടർ, ഇത്രയും ഇറ്റ് ഷുഡൻ ഗോ റോങ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റായിട്ട് കൺവേ ആകാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് കാരണം മേ ബി ഞാൻ കുറച്ച് പ്രഷർ എൻ്റെ മേത്ത് ഇട്ടത് അല്ലാതെ വേറെ ഒരു അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് വൈസ് സന്ധ്യയുടെയും ജ്യോതിഷിൻ്റെയും റിലേഷൻഷിപ്പ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഭയങ്കര ഓർഗാനിക് നാച്ചുറൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഓഡിയൻസ് തിയേറ്ററിൽ വരേണ്ടത് ഞങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പടം തിയേറ്ററിൽ പോയി തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. അത്ര തന്നെ കൂടുതൽ പറയാനുള്ളത്. താങ്ക് യു. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. കഴിഞ്ഞടാ.